കുറച്ച് ഡിഫറെൻ്റായി നമുക്കിതുപോലൊരു ക്യാബേജ് തോരൻ വെക്കാം. ഇങ്ങനെയൊന്ന് ക്യാബേജ് തോരൻ ഉണ്ടാക്കൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണേ. അപ്പോൾ ഞാൻ ക്യാബേജ് ക്ലീൻ ചെയ്യാനായിട്ട് കുറേ നേരമായിട്ട് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാബേജ് എപ്പോഴും എടുക്കുകയാണെങ്കിലും നമ്മൾ അതിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് 2 ലെയർ എടുത്ത് മാറ്റിയതിന് ശേഷം വേണം നമ്മൾ ക്യാബേജ് അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്ത് എടുത്ത് ക്യാബേജിൽ ഒരു പീസ് മാത്രം എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പാൻ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഉഴുന്നുപരിപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം നോർമലായിട്ട് നമ്മൾ ക്യാബേജ് തോരൻ വെക്കുമ്പോൾ ഉഴുന്നുപരിപ്പ് ചേർക്കാറുണ്ട്. എന്നാൽ ഇത് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഉഴുന്നുപരിപ്പൊന്ന് നന്നായിട്ട് മൂത്ത് വരണം. അതായത് ഒരു ബ്രൗൺ കളറായിട്ട് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് സവാള ചേർക്കാം. സവാള ഇതുപോലെ ചേർത്തതിന് ശേഷം അതൊന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുത്ത് അതൊന്ന് വാടി വരണം. സവാള ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് അളവിലുള്ള ചെറുപയർ പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ 1 മണിക്കൂർ മുന്നേ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്ത് വെള്ളം മാറ്റിയെടുത്തതാണ്. അപ്പോൾ അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു തോരൻ്റെ നല്ലൊരു ഫ്ലേവർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ചെറുപയർ പരിപ്പ് ചേർക്കുന്നതാണ്. അപ്പോൾ ഈ ചെറുപയർ പരിപ്പ് നമ്മൾ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ഫ്ലേവർ ഇറങ്ങുന്നത്. കൂടെ തന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും ഉണ്ടല്ലോ നല്ലൊരു കളറ് ആവും. ഈ ചെറുപയർ പരിപ്പിന് ഒന്നാമതേ ഒരു ഗോൾഡൻ യെല്ലോ കളറാണ്. അപ്പോൾ അതൊന്നും നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാബേജ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നീളത്തിൽ വേണം ഈ ഒരു തോരന് നമ്മൾ അതായത് ക്യാബേജ് അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഇതുപോലെ അരിഞ്ഞ് എടുത്ത് ഇത് ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ എടുക്കേണ്ടതാണ്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അതായത് ഈ ക്യാബേജ് എല്ലാം കൂടെ മിക്സായിട്ട് വേണം ഇതൊന്ന് വേവിച്ച് നമ്മൾ എടുക്കാനായിട്ട്. അങ്ങനെ ഇത് നന്നായിട്ട് ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് 2 മിനിറ്റ് ഒന്ന് ആദ്യം തന്നെ ഒന്ന് വേവിച്ച് എടുക്കാം. 2 മിനിറ്റ് മാത്രം പോരാ കേട്ടോ ഇത് വേകാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്കൊന്ന് 2 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു 2 മിനിറ്റായിട്ട് വീണ്ടും നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതേ നോക്കൂ ഒന്ന് അമങ്ങിയിട്ടുണ്ട് ആ ആവി കൊണ്ട് തന്നെ ഈ ക്യാബേജ്. അപ്പോൾ വീണ്ടും നമ്മൾ ഒന്നുകൂടെ നമ്മൾ ഈ പരിപ്പും അത് ചെറുപയർ പരിപ്പും ഇതെല്ലാം കൂടെ ആയിട്ട് ഒന്നുകൂടെ നമ്മൾ മിക്സാക്കി കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് ഇനിയും നമ്മൾ ഈ ആവിയിൽ നിന്ന് വേവിച്ചെടുക്കുമ്പോൾ നല്ലൊരു കളറ് വരും കേട്ടോ. കണ്ടല്ലോ ഇതിന് നല്ലൊരു കളറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഈ തോരൻ്റെ ഒരു കളർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ക്യാബേജ് ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് തേങ്ങ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ നമ്മുടെ കയ്യിലുള്ളതുപോലെ ചേർത്താൽ മതി കേട്ടോ. ഞാനൊരു 1/4 കപ്പ് മാത്രമേ തേങ്ങ ചേർക്കുന്നുള്ളൂ. അതുകൂടെ ചേർത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ തേങ്ങയുടെ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറണ്ടേ, അതിന് വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഒന്ന് അടച്ച് 1 മിനിറ്റ് വെക്കാം. അപ്പോൾ ഞാനിത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് തുറന്ന് നോക്കുമ്പോഴേക്കും നമ്മളത് നോക്കൂ ക്യാബേജ് തോരൻ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തോരൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഒരുപാട് ഇഷ്ടപ്പെടും ഈ ഒരു തോരൻ. അതും പ്രത്യേകിച്ചും ഈ ചെറുപയർ പരിപ്പ് നമ്മൾ ചേർത്തുണ്ടാക്കുമ്പോൾ ഒരു നല്ലൊരു ഫ്ലേവറാണ് ഇതിന് കിട്ടുന്നത്. നമ്മളിടയ്ക്കൊക്കെ ഡിഫറെൻ്റ് ആയിട്ടൊക്കെ ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകത തന്നെയാണ്. വേറൊരു ഫ്ലേവറിൽ നമുക്ക് കഴിക്കാൻ പറ്റും. ഒരേ രീതിയിൽ കഴിച്ച് മടുക്കണ്ട. ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ഡിഫറെൻ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും തോന്നും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.